വേണ്ടി ആ വിശ്വാസത്തിൽ ആധാരമാക്കി നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ രണ്ട് നിലയിലാണ്. ഒന്ന്, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലുള്ളതായ പ്രാർത്ഥന. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലുള്ളതായിരിക്കുന്ന പ്രാർത്ഥന. സ്തോത്രം. ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ നിയന്ത്രണം നമ്മുടെ കയ്യിലാണ്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ പ്രാർത്ഥനയുടെ നിയന്ത്രണം പരിശുദ്ധാത്മാവിന് കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ നമ്മളെ അഭ്യസിപ്പിക്കണം. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വഴിതെറ്റത്തില്ല, പ്രാർത്ഥനയിൽ വഴിതെറ്റത്തില്ല. എനിക്ക് വിശദീകരിക്കാൻ സമയമില്ല. അപ്പോസ്തലനായ യാക്കോബ് തൻ്റെ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ ശണ്ടയും കലവും ഒക്കെ എവിടെ നിന്നാണ് വരുന്നത്? അതൊക്കെ നിങ്ങളിൽ ഉണ്ടാകുന്ന ഭോഗേച്ഛകളിൽ നിന്നാണ്. എന്നിട്ട് വീണ്ടും പറയുന്നു, നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്നത് കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. ക്രിസ്ത്യാനികൾക്കുള്ള, ദൈവമക്കൾക്കുള്ള കുഴപ്പമാണ്. ഒന്ന്, പ്രാർത്ഥിക്കത്തില്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പ്രാർത്ഥിക്കാനിരുന്ന ഉറക്കം വരും, പ്രാർത്ഥിക്കാനിരുന്ന ഏകാഗ്രത കിട്ടത്തില്ല, പ്രാർത്ഥിക്കത്തില്ല. ദൈവമക്കളെ ഞാൻ പറയട്ടെ, പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയാൽ മാത്രമേ നമുക്ക് മുന്നേറാൻ പറ്റത്തുള്ളൂ. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ജീവശക്തി പ്രാർത്ഥനയിലാണ്. പ്രാർത്ഥിച്ചെങ്കിലേ മുന്നേറ്റം ഉണ്ടാകത്തുള്ളൂ. പ്രാർത്ഥിക്കണം. എന്നാൽ പ്രാർത്ഥിക്കുന്നവർക്കുണ്ടാകുന്നൊരു കുഴപ്പമുണ്ട്. എന്താണ്? വല്ലാതെ യാചിക്കുന്നു. എപ്പോഴാണ് വല്ലാതെ യാചിക്കുന്നത്? നിങ്ങളുടെ ഭോഗേച്ഛകളിൽ ചെലവിടേണ്ടതിന് വേണ്ടി സ്വാർത്ഥ താല്പര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന വല്ലാതെയുള്ള പ്രാർത്ഥനയാകുന്നു, ലക്ഷ്യം തെറ്റിയുള്ള പ്രാർത്ഥനയാകുന്നു, ദൈവം പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായിട്ടുള്ള പ്രാർത്ഥനയാകുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവത്തോടാണ്, ശരി തന്നെ. പക്ഷെ പ്രാർത്ഥിക്കുന്നത് ദൈവഹിതത്തിന് അനുസൃതമായിട്ടല്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവത്തോടായിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആ വ്യക്തികളോട് യാക്കോബ് പറയുകയാണ്, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. അപ്പോൾ ലോകസ്നേഹത്തിൽ അടിമപ്പെട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങളുടെ സാധിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥനയാണ് യാക്കോബ് ഖണ്ഡിച്ചെഴുതുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ദൈവ ഇഷ്ടത്തിന് വിധേയപ്പെട്ടുകൊണ്ട്, യേശു കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-7 വാക്യത്തിൽ എഴുതുന്നു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നൊക്കെ ചോദിപ്പീൻ, അത് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇച്ഛ എവിടെ നിന്നാണ് ഉളവാകേണ്ടത്? നിങ്ങൾ എന്നിൽ വസിക്കുമ്പോൾ, എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുമ്പോൾ തൽഫലമായി നിങ്ങളിൽ നിന്ന് ഉരുവായി വരുന്ന ഇച്ഛകൾ, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലുള്ള ഇച്ഛകൾ. സ്തോത്രം. അപ്പോൾ നിങ്ങൾ ഇച്ഛിക്കുന്നത് ചോദിപ്പീൻ. എപ്പോൾ? നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലുമായിരിക്കുമ്പോൾ ഇച്ഛിക്കുന്നത് ചോദിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. 100% കിട്ടും. പ്രൈസ് ദി ലോർഡ്. എത്രവർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ഇച്ഛകൾ ജഡത്തിൽ നിന്നല്ല പൊങ്ങി വരേണ്ടത്. ഇച്ഛകൾ ലോകമയത്വത്തിൽ നിന്നല്ല പൊങ്ങി വരേണ്ടത്. ഇച്ഛകൾ ലോക സ്നേഹത്തിൽ നിന്നല്ല പൊങ്ങി വരേണ്ടത്. ഒരു ദൈവത്തിൻ്റെ പൈതലിനകത്ത് ഇച്ഛകൾ പൊങ്ങണം. ഇച്ഛകൾ ഉണ്ടാകണം, ആശകൾ ഉണ്ടാകണം, താല്പര്യങ്ങൾ ഉണ്ടാകണം, ലക്ഷ്യങ്ങൾ ഉണ്ടാകണം. എന്നുള്ളത് എവിടെ നിന്ന്? നാം അവനിലും അവൻ്റെ വചനം നമ്മളിലും ആകുമ്പോൾ തൽഫലമായി ഉളവാകുന്ന ഇഷ്ടങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ പ്രാർത്ഥിക്കുക. യൂദാ പറയുന്നു, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ആത്മീയ വർധന വരുത്തണം. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ 1 കൊരിന്ത്യർ 14 പറയുന്നുണ്ട്, ഞാൻ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു എന്നല്ല എഴുതിയിരിക്കുന്നത്, എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ആത്മീയ മണ്ഡലത്തിലേക്ക് റിലീസ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ ആത്മാവിനെ റിലീസ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മാവാകുന്ന ദൈവത്തെ നാം ആത്മാവിൽ ആരാധിക്കണം.
ആത്മാവാകുന്ന ദൈവത്തോട് നമ്മൾ ആത്മാവിൽ ബന്ധപ്പെടണം. ആത്മാവാകുന്ന ദൈവത്തോട് നമ്മുടെ ആത്മാവ് പ്രാർത്ഥിക്കണം. ആത്മാവ് പ്രാർത്ഥിക്കത്തക്ക നിലയിൽ നമ്മുടെ ആത്മാവ് റിലീസാകപ്പെടണം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് ബുദ്ധിയുടെ ആത്മാവാണ്, ജ്ഞാനത്തിന്റെ ആത്മാവാണ്, വിവേകത്തിന്റെ ആത്മാവാണ്, പരിജ്ഞാനത്തിന്റെ ആത്മാവാണ്. വചനം സാക്ഷിക്കുന്നു. അതുകൊണ്ട് ആത്മാവ് നമ്മുടെ ആത്മാവിൽ വ്യാപരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആത്മാവ് നമ്മുടെ ഇമോഷനിൽ, നമ്മുടെ വികാരങ്ങളിൽ മാത്രമല്ല വ്യാപരിക്കുന്നത്. സ്തോത്രം. ആത്മാവ് നമ്മുടെ ആത്മാവിനെ റിലീസ് ചെയ്യണം, സ്വതന്ത്രമാക്കണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ആത്മാവ് സ്വതന്ത്രമാകുമ്പോൾ സകലത്തിൻ്റെ മേലും നമുക്ക് നിയന്ത്രണം ഉണ്ടാകുകയാണ്. അതുകൊണ്ട് ആത്മാവ് സ്വതന്ത്രമായി പ്രാർത്ഥിക്കണം. അതാരാ നമ്മുടെ ആത്മാവിനെ സ്വതന്ത്രമാക്കുന്നത്? പരിശുദ്ധാത്മാവ്. അങ്ങനെ ആത്മാവ് സ്വതന്ത്രമായി ആത്മാവ് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന ഭാഷയാണ് അന്യഭാഷ എന്ന് പറയുന്നത്. അതാർക്കും മനസ്സിലാകുന്നുണ്ടാവില്ല. എന്നാൽ അവിടെ എഴുതിയിട്ടുണ്ട്, അവൻ ദൈവത്തോട് സംസാരിക്കുന്നത് കൊണ്ട് അവൻ തനിക്കു തന്നെ ആത്മീയ വർധന വരുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിലാകുക എന്ന് പറഞ്ഞാൽ ഒരു ഇളക്കപ്പെരുപ്പമല്ല. ആത്മാവിലാകുക എന്ന് പറഞ്ഞെന്നാൽ വികാരപരമായിരിക്കുന്ന ഒരു പ്രദർശനമല്ല, പ്രകടനമല്ല. ആത്മാവിലാകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവ് റിലീസാകുന്ന ഒരാത്മീയ അവസ്ഥയാണത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിനകത്ത് ബഹളമുണ്ടാക്കണമെന്നില്ല. അതിനകത്ത് ശാന്തമായി ഇരിക്കാൻ കഴിയും, ശാന്തമായി സംസാരിക്കാൻ കഴിയും, ശാന്തമായി ആരാധിക്കാൻ കഴിയും. ബഹളവുമായി അത് ബന്ധപ്പെട്ടിട്ടില്ല. ബഹളം അത് നമ്മുടെ വികാരവുമായി മാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു. തുള്ളിച്ചാടുന്നത് നല്ലതാണ്. കാരണം ദൈവം നമ്മളെ വികാര ജീവിയായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നതുകൊണ്ട് വികാരങ്ങൾ ഉണ്ടാകും. പക്ഷെ വികാരങ്ങൾ സ്വതന്ത്രമാക്കപ്പെടുന്നത് ആത്മീകത്തിൻ്റെ ലക്ഷണമല്ല. എന്നാൽ ആത്മീകത്തിൽ സന്തോഷിക്കുമ്പോൾ വികാരങ്ങൾ സ്വതന്ത്രമാക്കപ്പെടുന്നു. അത് നമുക്ക് നിഷേധിക്കാൻ കഴിയുന്ന കാര്യവുമല്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരു ദൈവത്തിൻ്റെ പൈതലിന് അവൻ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും, അവന് കിടക്കുമ്പോഴും, അവൻ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും, അവൻ മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോഴും, കാർ ഡ്രൈവ് ചെയ്യുമ്പോഴും ഒക്കെ ആത്മാവിനെ റിലീസാക്കിക്കൊണ്ട് ആത്മാവിൽ സംസാരിച്ചുകൊണ്ട് നടക്കുവാൻ കഴിയും. അങ്ങനെ ഇടപെടാതെ പ്രാർത്ഥിക്കുക എന്നുള്ള ദൈവിക ഉദ്ദേശം അവനുള്ള സാധ്യമാകുന്നു. എപ്പോഴും അന്യഭാഷകളിൽ സംസാരിച്ചുകൊണ്ട് നടക്കുന്ന പ്രകൃതി ഓരോ ദൈവത്തിന്റെ മക്കളും ഉണ്ടാക്കണം. സ്തോത്രം. ആത്മാവ് റിലീസായെങ്കിൽ മാത്രമേ പ്രിയപ്പെട്ടവരെ ശരീരത്തിന്റെ ക്രിയകൾ മരിക്കത്തുള്ളൂ. ശരീരത്തിന്റെ ക്രിയകൾ മരിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ശരീരത്തിന്റെ അഭിലാഷങ്ങളെ ജയിക്കണമെങ്കിൽ, ശരീരത്തിന്റെ ബലഹീനതകളെ ജയിക്കണമെങ്കിൽ ആത്മാവ് റിലീസാക്കപ്പെടണം. ഗെത്സമനെ പൂങ്കാവനത്തിൽ ശിഷ്യന്മാരിരുന്നുകൊണ്ട് ഉറക്കം തൂങ്ങുകയാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. പക്ഷെ അവരവിടെ ഇരുന്ന് ഉറങ്ങുകയാണ്. കർത്താവ് പറഞ്ഞു, ഉറങ്ങുന്ന കാര്യം എനിക്ക് മനസ്സിലാകും, കാരണം നിങ്ങൾ എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ജഡം ബലഹീനമാണ്, നിങ്ങളുടെ ജഡം ബലഹീനമാണ്, അതെനിക്കറിയാം. പക്ഷേ മക്കളെ, നിങ്ങൾ അറിയേണ്ട മറ്റൊരു സത്യമുണ്ട്. സ്തോത്രം. ആത്മാവ് ഒരുക്കമുള്ളതാണ്. ഹല്ലേലൂയ. ജഡം ബലഹീനമാണ്, പക്ഷെ ആത്മാവ് ഒരുക്കമുള്ളതാണ്. എല്ലാവരും പറഞ്ഞാട്ട്, ജഡം ബലഹീനമാണ്, പക്ഷെ ആത്മാവ് ഒരുക്കമുള്ളതാണ്. പറഞ്ഞ